കഴിഞ്ഞ 38 വർഷമായി തൃപ്രയാറിൽ വന്ന് ഞാൻ ഒരു ചെറിയ ജ്വല്ലറി തുടങ്ങിയിരുന്നു. ആ ജ്വല്ലറി വീണ്ടും ഞാൻ വേറെ ഒരു സ്ഥലത്തേക്ക് ഹൈവേയിലേക്ക് മാറി. പ്രത്യേക സാഹചര്യത്തിൽ വീണ്ടും ഞാൻ എൻ്റെ സ്വന്തം സ്ഥലത്തേക്ക് മാറാനുള്ള സൗകര്യം സർവശക്തനായ അല്ലാഹു എനിക്ക് പ്രദാനം ചെയ്തു. അങ്ങനെ ഇവിടെ എന്നെ സഹായിച്ച, കച്ചവടം നിന്ന് സഹായിച്ച പലവിധ എല്ലാ സുഹൃത്തുക്കളും ഒന്നൊന്നും തിരിച്ചു പറയാൻ പറ്റില്ല. എന്നോട് സഹകരിക്കാത്ത, സ്നേഹം തരാത്ത കക്ഷികൾ ആരുമില്ല. ഡിപ്പാർട്ട്മെൻറ്റിലായാലും പോലീസിലായാലും പഞ്ചായത്തിലായാലും വില്ലേജിലായാലും എല്ലായിടത്തും നമുക്ക് എല്ലാ സഹകരണവും സഹായവും കിട്ടിയിട്ടാണ് ഞാൻ ഇവിടെ നിലനിന്ന് പോയിട്ടുള്ളത്. ജ്വല്ലേഴ്സിനെ കുറിച്ച് പറയാനായിട്ടാണെങ്കിൽ നമ്മൾ ഓൾറെഡി 38 വർഷമായിട്ട് അല്ലേ ഇവിടെ ഉണ്ടായിരുന്ന ഒരു ജ്വല്ലറി തന്നെയാണ്. ഇപ്പോൾ റെനോവേറ്റ് ചെയ്ത് കൂടുതൽ കൂടുതൽ കളക്ഷൻസും ഒക്കെ ആയിട്ട് റെനോവേറ്റ് ചെയ്ത് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് പുതിയൊരു സ്റ്റോറായി മാറിയിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും ഞാൻ പറയാറുള്ള ഒരു കാര്യമാണ്, എപ്പോഴും ഒരു നാട് എന്താ പറയുന്നത്, ഒരു കുറച്ചും കൂടെ ഒരു വലുതായി അല്ലെങ്കിൽ കുറച്ചും കൂടെ മെച്ചപ്പെട്ടു വരുന്നത് കൂടുതൽ സൗകര്യങ്ങളും സ്ഥാപനങ്ങളും എല്ലാം വരുമ്പോഴാണ് എപ്പോഴും ഒരു നാട് പുരോഗമിച്ചു എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ നാട്ടുകാരുടെ സഹകരണം നമുക്ക് വളരെ ആവശ്യമാണ്. അപ്പോൾ എല്ലാവരെയും ഈ പുതിയ സ്റ്റോറിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. ഇന്ന് നമ്മളൊക്കെ പരിചയപ്പെടുത്തുകയുണ്ടായി ഇതിൻ്റെ അടുത്ത തലമുറ ഡയറക്ടേഴ്സായിട്ട്. അതിപ്പോൾ എനിക്ക് എടുത്ത് പറയാനുള്ളത്, എൻ്റെ മക്കളും അടുത്ത തലമുറയിൽ വന്ന് ഇനി ഡയറക്ടേഴ്സായിട്ട് വരികയാണ്. അപ്പോൾ ഞാൻ എൻ്റെ മക്കളോടും ഉപദേശിക്കാറുള്ളതും പറഞ്ഞ് മനസ്സിലാക്കാറുള്ളതും ഒരൊറ്റ കാര്യമാണ്. ഇന്ന് നിങ്ങൾ ഇവിടെ കാണുന്നത് ഉള്ള ഒരു കാലഘട്ടമായിരുന്നില്ല ഞാനും എന്നെപ്പോലുള്ള ഹൈദരാലിക്കെ പോലുള്ള പല നെക്സ്റ്റ് ജനറേഷൻ ആൾക്കാർ, അതായത് അടുത്ത തലമുറ. അവരൊക്കെ ആനപ്പുറത്താണ് വന്ന് കയറിയിരിക്കുന്നത്. ഞാൻ മക്കളോടാണ് പറയുന്നത്, നിങ്ങൾക്ക് ആനപ്പുറത്ത് കയറിയിരിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും എല്ലാം വളരെ ഈസിയാണ്, എല്ലാം നിങ്ങളുടെ താഴെയാണ്. അതല്ല മക്കളെ എന്ന് എൻ്റെ മക്കൾ ഉൾപ്പെടെ, എൻ്റെ മക്കൾ ഇവിടെ ഇല്ല എന്ന് ഞാൻ അവർക്ക് അവർക്ക് നെക്സ്റ്റ് ഫ്യൂച്ചറിലേക്കുള്ള ഒരു ഉപദേശമായിട്ട് കണക്കാക്കണം എന്ന് ഞാൻ അഭിപ്രായപ്പെടുകയാണ്.